ഹലോ, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ അനിയത്തി പ്രസവത്തിന് അഡ്മിറ്റ് ആകാൻ പോകും കേട്ടോ. പിന്നെ അതേപോലെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാട്ടോ ഒന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അമ്പാടിയാ എന്താ കാട്ടണോ? ഒന്ന് കൊച്ചുമേമ പോവാണ്. സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാരൊക്കെ പോയി. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് എന്താ പറയുക സോനുവിനെ കുളിപ്പിച്ചിട്ടോ. സോനു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്പാടിനെ കുളിപ്പിക്കണം. അമ്പാടിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ കാര്യം കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടി റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ ആക്കി കൊടുക്കാൻ പറഞ്ഞു. പൊന്നാനിക്ക് ആശുപത്രിക്ക് 9 മണി എന്തൊക്കെയാണ് എത്താനാണ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അവർ റെഡിയായി. ഇനിയിപ്പോൾ ഞാനും കുളിക്കണം, അമ്പാടിയും കുളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് വേഗം സ്കൂളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവരിറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിന്നപ്പോൾ അവരിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ സ്കൂളിലേക്ക്. കാരണം എന്താ പറയുക അപ്പോഴേക്കാണ് നേരം കുറച്ച് വൈകിട്ടോ. എന്താ പറയുക നടന്ന് ഇങ്ങനെ പോവാണ്. അമ്പലത്തിൻ്റെ ആൾക്കൊരു വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി. എന്താ ചിരി? അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ എത്തിയപ്പോൾ ക്ലാസ്സിലേക്കൊക്കെ ഇരുത്തൽ തുടങ്ങിയിട്ട് മക്കളെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്പാടിയും പോയിക്കിട്ട്. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ സോനിൻ്റെ അടുത്ത് അമ്പാടിനെയും കൊണ്ടിരുത്തി. ഇപ്പൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കാൻ. ഇനി സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഭയങ്കര പാട്ടാവും. അപ്പോൾ ഓനും അവിടെ ഇരിക്കേണ്ട ഓരോ കൂടെ കേട്ടോ. പുതിയ കൂട്ടുകാരെ കിട്ടി, വളരെ കമ്പനിയായി, എല്ലാവർക്കും സന്തോഷമല്ലേ? അമ്മയെ പോലെയുള്ള ടീച്ചർമാരുണ്ട്, അച്ഛനെ പോലുള്ള മാഷന്മാരുണ്ട്. ആദ്യമായിട്ടാണോ സ്കൂളിൽ വരുന്നത്? ആദ്യമായിട്ടാണോ? LKG, UKG, 1ാം ക്ലാസ് ഒക്കെയുള്ള കുട്ടികളുണ്ടല്ലേ? കൂട്ടുകാരുമായിട്ട് കളിച്ചും പാട്ടുപാടിയും കഥ പറഞ്ഞും പഠിച്ച് നിങ്ങളൊക്കെ വലിയ കുട്ടികളെയാവും. എത്ര മുതിർന്നാലും മനസ്സിലൊരു കുട്ടിത്വം സൂക്ഷിക്കും. എത്ര വയസ്സായി 90-100 വയസ്സ് കണ്ടാലും നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വയസ്സ് കണ്ട കാലത്ത് കണ്ടാലും ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് ചെയ്യുന്നത്. അതുപോലെ പല്ലൊക്കെ പോയി, നിങ്ങൾക്ക് പല്ല് മുളയ്ക്കുന്നേ ഉള്ളൂ. ഗാന്ധിയെ പോലെ, നെഹ്റു കുട്ടികളെ ഇഷ്ടപ്പെട്ടതാണ്. ശിശു ദിനം, കുട്ടികളുടെ ദിനമാണ് നെഹ്റുവിന്റെ ഓർമ്മ. അങ്ങനെ നമ്മുടെ നാട്ടിലെ മഹാന്മാരായ മനുഷ്യരൊക്കെ പഠിപ്പിച്ചതുപോലെ നല്ല കുട്ടികളായി നിങ്ങൾ വളർന്നു വരും കേട്ടോ. ഈ രക്ഷാകർത്താക്കളോടാണ് കുട്ടികൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. ടാഗോർ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ പിന്നെ എഴുതി വെച്ച് നല്ല കുട്ടിയായിട്ട് മാറും. പഠനത്തിലെല്ലാം ഒരു ഉഷാറ്, നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും, നല്ല സ്കൂളായിട്ട് മാറും. അതിന് ഈ വിദ്യാലയത്തിന് കഴിയാൻ വേണ്ടിയിട്ട് മാഷുടെ ഞാൻ ഈ സ്കൂളിൽ പോയ കാര്യങ്ങൾക്ക് അറിയോ? മാഷുടെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം.
സോനു കുട്ടിനെ പിടിക്കേ. സോനുട്ടി ആ അമ്പാടി വായോ. അതാ പോണ കുട്ടി. പിടിക്കണ സോനു. പിടിക്കാ പിടിച്ചോണ്ടേ. പറയുക സ്കൂളിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം കുടിച്ചു. പിന്നെ മിഠായി ഉണ്ടായിരുന്നു. അമ്പാടിക്ക് അവിടെ നിന്ന് പോരാൻ തന്നെ താല്പര്യമായിട്ട് അവിടെ കളിക്കണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിമൊക്കെ കയറിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ എന്താ പറയുക 4ാം ക്ലാസ്സിലെത്തിയിട്ടോ സോനു. അപ്പോൾ ഓന് ക്ലാസ്സിലേക്കൊക്കെ ആക്കി. ഇനി എന്താ പറയുക ഓനും കൂടിയിട്ട് തന്നെ പോകാൻ കരുതിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം.